ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ടൈം ട്രാവൽ മൂവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഈ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഗെയിമിൽ പല ആൾക്കാരും പറയുന്നു തോറിൻ്റെ കയ്യിൽ ക്യാപ്റ്റൻ മാർവൽ ആയിട്ടുള്ള ആ ഒരു സീനിൽ കൈ നീട്ടുമ്പോൾ വരുന്നത് പഴയ തോറിൻ്റെ ഹാമറാണ്, മ്യൂണറാണെന്ന് പലരും പറയുന്നത്. അപ്പോൾ ഈ സാധനം ഞാൻ പല ആൾക്കാരോടായിട്ട് പറഞ്ഞിട്ടും പല ആൾക്കാരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരോടും പറഞ്ഞ് മടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ചോദിക്കുന്നവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പല ആൾക്കാർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മൾ തോറിൻ്റെ പഴയ ഹാമർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഹാമറിൻ്റെ സെയിം ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ട്രോം ബ്രേക്കറിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ട്രോം ബ്രേക്കറിൻ്റെ വൺ സൈഡ് ഹാമറും വൺ സൈഡ് ആക്സുമാണ്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ ഡിഫറൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡിൽ നമ്മുടെ ഗ്രൂട്ടിൻ്റെ കൈ കൊണ്ടാണ് അന്ന് ആ ഹാമറിന് ഗ്രിപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ സംഭവം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പഴയ ഹാമറിനാളും നീളം കൂടുതലാണ് ഇപ്പോഴത്തെ സ്ട്രോം ബ്രേക്കറിന്. ഈ പോയിൻ്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ട്രെയിലർ നോക്കുകയാണെങ്കിൽ തോർ കൈ നീട്ടുമ്പോൾ കയ്യിലേക്ക് വരുമ്പോൾ ഹാമറിൻ്റെ മറ്റ് സൈഡ്, അതായത് ഹാമർ സൈഡാണ് കാണിക്കുന്നത്, ആക്സ് സൈഡ് കാണിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഡൗട്ട് തോന്നാവുന്ന ഒരു സംഭവമാണ് പഴയ ഹാമർ. ഇത് ബേസ് ചെയ്തിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പടം ടൈം ട്രാവൽ ബേസ് ആണ്, ടൈം ട്രാവലർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം തോറിൻ്റെ ലുക്ക് മാറിയെന്ന്. ഇത് കുറച്ച് നാൾക്ക് ശേഷം നടന്ന സംഭവമാണ്. കാരണം ഇപ്പോൾ തോറിന് കണ്ണ് തന്നെ നോക്കി കഴിഞ്ഞാൽ കണ്ണൊക്കെ വെച്ച് സെറ്റപ്പൊക്കെ ആയിട്ട് ലുക്കിൻ്റെ ഗെറ്റപ്പ് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം. കാരണം നിക് ഫ്യൂരി മരിച്ചതിന് ശേഷമാണ് ഇവരൊക്കെ ഈ ടീം ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ മാർവൽ വരുന്നത് ഇതുപോലെ തന്നെ ഇവരിടയിലേക്ക് വരുന്നത് ക്യാപ്റ്റൻ മാർവലിലാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ മാർവൽ എങ്ങനെയാണ് അവഞ്ചേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിയതൊക്കെ അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു സീൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം തോറിൻ്റെ കയ്യിൽ ഹാമറും സ്ട്രോം ബ്രേക്കറും കൈകുത്തി നിൽക്കുന്ന ആ സീനിൽ അതിൻ്റെ നീട്ടം നോക്കിയാണ് നമുക്ക്. മ്യൂണറും ഇതും തമ്മിലുള്ള ഡിഫറൻ്റാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രത്യേകിച്ച് പല ആൾക്കാരും ഇപ്പോൾ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയുടെ അടിയിലും കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ഇത് പഴയ മ്യൂണറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. I like this one.